ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ എനർജി ആണിപ്പോൾ എടുക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ ഇത് വിട്ട് കളയുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ഒരു നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, ക്ലെയിം ചെയ്യുക കേട്ടോ. എ റൊമാൻറ്റിക് ഗെസ്റ്റർ അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ. ഓക്കെ, ഈസ് ഓൺ ദ എയർ അല്ലെങ്കിൽ ഹൊറൈസൺ എന്ന് പറയും. അന്തരീക്ഷത്തിൽ ഒരു റൊമാൻസ് കിടന്ന് കറങ്ങുന്നു. നിങ്ങളിൽ ആരോ ഒരു റൊമാൻറ്റിക് സൈഡിലോട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓഫർ വരും, ഇഷ്ടമാണ്, സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാത്തിരിക്കുന്നവർ ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കും ഈ ഒരു ഓഫറുമായിട്ട് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ വന്നിരിക്കുന്നത് 4 ഓഫ് വാൻഡ്സ് ആണ്. ഇതൊരു സെലിബ്രേഷൻ കാർഡാണ്. ഇത് വന്നാൽ ഒരു സ്റ്റേബിൾ ആൻഡ് ഹാപ്പി പീരീഡ് വരും എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ സെറിമണി അല്ലെങ്കിൽ ഗ്യാതറിങ് വിത്ത് ലവിങ് വൺസ്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരുമായിട്ട് ഒരു ഗ്യാതറിങ്, ഒരു സെക്യൂരിറ്റി ഫീലിംഗ്, ഒരു കണ്ടൻറ്റ്, ഒരുമിച്ചിരിക്കുമ്പോഴുള്ള ഒരു സന്തോഷമില്ലേ, അതൊക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതും ക്ലെയിം ചെയ്യുക. മൂന്നാമത് വന്നിരിക്കുന്നത് 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ചിലർക്ക് ജീവിതത്തിൽ വിജയം, അറിയപ്പെടൽ, സക്സസ് ഈസ് ഇൻ ദ എയർ എന്ന് പറയും. നേരത്തെ റൊമാൻസ് ഈസ് ഇൻ ദ എയർ എന്ന് പറയും പോലെ വിജയം നിങ്ങളുടെ അടുത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് റൈറ്റ് ട്രാക്കിലാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം കേട്ടോ. അടുത്ത് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഇത് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ നന്നായി വേണ്ടത് സംസാരമാണ്. ഏതോ ഒരു പുതിയൊരു കാര്യം നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്താണെന്നുള്ളത് അത്ര വ്യക്തമല്ല, പക്ഷേ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം ഇവിടെ. തുറന്ന സംസാരം ആൻഡ് സത്യസന്ധമായ സംസാരം. ഓക്കെ, നിങ്ങൾ മനസ്സിലുള്ളത് തുറന്നു പറയാൻ മടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ അഡ്വൈസായിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഈ റിലേഷൻഷിപ്പ് റീഡിങ് റെസനേറ്റ് ആകുന്നവർ ഒരുപാട് ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ കാർഡ് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആൾമോസ്റ്റ് ഫിനിഷ് ലൈനിൽ എത്തി, എന്നാൽ നിങ്ങൾ കുറച്ചുകൂടി പുഷ് ചെയ്യണം നിങ്ങളെ തന്നെ ആൻഡ് കീപ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഓക്കെ, അടുത്ത് വന്നിരിക്കുന്നത് എംബറസ് കാർഡാണ്. ഒരു ബ്യൂട്ടിഫുൾ കാർഡാണിത്. ഇത് നർച്ചറിങ്, പരിപോഷിക്കുന്ന, അബണ്ടൻസ്, ഒരുപാട് ഇമോഷൻസ്, ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള, സന്തോഷമുള്ള ഒരു ബന്ധമാണ്. നിങ്ങളുടെ ബന്ധത്തിന് നല്ല കംഫർട്ട്, സൗന്ദര്യം, ആഴത്തിലുള്ള എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ആകാൻ പറ്റുന്ന ഒന്നാണ്. ആഴത്തിലുള്ള ബന്ധം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയൊക്കെ ആവാൻ ചാൻസ് ഉള്ളൊരു ബന്ധമാണ്. പിന്നെ വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സിൻ്റെ എനർജി. ഇത് പരസ്പരമുള്ള കണക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ബാലൻസും പരസ്പരം മനസ്സിലാക്കൽ എന്നതിൻ്റെ ഒരു സിമ്പലാണിത് 2 ഓഫ് കപ്സ്. അതായത് സ്നേഹം പ്ലസ് പാർട്ട്ണർഷിപ്പ്. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ പെർഫെക്റ്റ് ഹാർമണി ആൻഡ് ഇമോഷണൽ കണക്ഷൻ ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ക്ലെയിം ചെയ്യുക കേട്ടോ. ബോട്ടം ഓഫ് ദ ഡെക്ക് ഡെവിളാണ്. ഒരു ഇൻറ്റൻസ് കണക്ഷൻ ഉണ്ട് എന്നാണ് ഇത് പറയുന്നത്. ടെംപ്ടേഷൻ, ഒബ്സഷൻ എന്നിവയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നത് ബിവെയർ ഓഫ് പൊസസീവ്നെസ് എന്നാണ്. കോഡിപ്പെൻഡൻസി, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലേ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കോഡിപ്പെൻഡൻസി ഇല്ലേ, അതുപോലെ പാഷൻ ക്ലൗഡ് യുവർ ജഡ്ജ്മെൻ്റ് എന്ന് പറയും. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ജഡ്ജ്മെൻ്റ് ആവശ്യമായിട്ട് വരുമ്പോൾ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇൻറ്റൻസ് പാഷനെ ബേസ് ചെയ്ത് ഒരു തീരുമാനം എടുക്കാതിരിക്കുക. ഓക്കെ, ഈ പറഞ്ഞത് ഒരു അൺഹെൽത്തി പാറ്റേൺ ആണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അത് ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. ഇതിലെ എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ ഇനി ഒരു റീഡിങ്ങുമായിട്ട് വരുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.